Hey guys, welcome back to Big Talk. Guys, അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നോ ഹാൻഡ് നോ ഫുഡ് ആൻഡ് ബ്ലൈൻഡ് ചാലഞ്ച് ആണ് ഗൈസ്. ഓക്കെ, ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ ആ ഒരു ചാലഞ്ചിൽ 3 മത്സരാർത്ഥികളാണ് ഇവിടെ നമുക്ക് വേണ്ടി പങ്കെടുക്കാൻ റെഡി ആയിട്ടുള്ളത്. മറ്റാരല്ല ഗൈസ്, ഓക്കെ, നമ്മുടെ സ്വന്തം ചാനൽ BCB, എഡ്വിൻ BCB ആൻഡ് കെംസി കോംബാണ് ഗൈസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്ലൈൻഡ് എന്താന്നുള്ളത് ആദ്യം പറയാം. ബ്ലൈൻഡ് കിട്ടുന്ന ആൾ എന്ത് ചെയ്യണം അറിയോ? ഈ സാധനം അങ്ങ് കണ്ണിലിടണം. അവരുടെ ഫ്രണ്ടില് 2 പ്ലേറ്റിൽ 2 ഗ്ലാസ്സിലായിട്ട് അവർക്ക് കഴിക്കാനുള്ള ഫുഡ് ആയിട്ട് ഉണ്ടാവും. അതിൽ അവർ കണ്ണടച്ചുകൊണ്ട് ആ സാധനം ഇട്ടുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. അതായിരിക്കും അവർ കഴിക്കേണ്ടത്. ഇനി അടുത്തെന്ന് പറയുന്നത് നോ ഫുഡും അതുപോലെ തന്നെ നോ ഹാൻഡും. ഇപ്പൊ നോ ഹാൻഡ് കിട്ടുന്ന ആൾ എന്ത് ചെയ്യണം? കൈ ഉപയോഗിക്കാൻ പാടില്ല. തൊട്ടപ്പുറത്ത് നോ ഫുഡ് കിട്ടിയ ആളുണ്ടാവുമല്ലോ, നോ ഹാൻഡ് കിട്ടിയ ആൾക്ക് ആ ഫുഡ് എടുത്ത് കഴിപ്പിച്ചു കൊടുക്കണം. മനസ്സിലായോ? വാരി കൊടുക്കണം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമുക്ക് ചാലഞ്ചിലോട്ട് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ആൾ ഓപ്ഷൻ ഇട്ട് ഗൈസ്. ഓക്കെ, നമ്മൾ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ ഐ ഹാവ് 3 pieces of paper ഗൈസ്. അപ്പോൾ ഇതിലായിരിക്കും നമ്മുടെ നോ ഹാൻഡും നോ ഫുഡും ആൻഡ് അതുപോലെ തന്നെ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ ഞാൻ അവിടെ ഇടാൻ പോണേ. അപ്പോൾ നിങ്ങൾ ചാടി കയറി എടുക്കുക. ഓക്കെ, റെഡി അല്ലേ? 3, 2, 1. ഫസ്റ്റ് തന്നെ നമ്മുടെ ചാർലി BCB തുടങ്ങും. നോ ഹാൻഡ് പൊളിച്ചു പോലെ അവളെ പൊളിച്ചു. തുറക്ക് എനിക്കുണ്ട്. കൊമ്പന് ബ്ലൈൻഡ് ആണ്. അപ്പൊ കൊമ്പൻ ബ്ലൈൻഡ് ചെയ്ത് എന്റെ കൊമ്പന് ഫ്രണ്ടിൽ 2 ഫുഡ് വരും. അതിലേതാണ് കൊമ്പൻ ചൂസ് ചെയ്ത് അത് കൊമ്പന് കഴിക്കാം. ഓക്കെ, ഇവിടെ ആണെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റാത്ത നമ്മുടെ വീഡിയോസ് ചാനലിൽ വെച്ചിട്ടുണ്ട്. അതുവരെ ചാനൽ സ്കോർ ചെയ്ത് കാഴ്ച. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് ഐറ്റം വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഫുഡ് ഐറ്റം ഒക്കെ നിരത്തി വെക്കട്ടെ. നമ്മുടെ ഫുഡ് ഐറ്റംസ് അവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എന്തായാലും എല്ലാം ചൂസ് ചെയ്ത് കൊമ്പ ചൂസ് ചെയ്തതിന് ശേഷം എന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാം. കൊമ്പ നിന്റെ ഫ്രണ്ടിൽ 2 പ്ലേറ്റിൽ സാധനം ഇരിക്കുന്നുണ്ട്. നീ തുടർന്ന നിർബന്ധമൊന്നുമില്ല. റൈറ്റ് ചൂസ് ചെയ്തോ? ഉറപ്പല്ലേ? ഓക്കെ, സോ ഗൈസ്, ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. സോ ഗൈസ്, അപ്പോ കൊമ്പൻ എന്തായാലും റൈറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ആണ് ഗൈസ്. ഓക്കെ, തുടങ്ങിക്കോ. അതെ, നിനക്ക് ഇതുപോലെ കിട്ടും. അങ്ങനെ കൂടി. ഓക്കെ, അയ്യോ, എന്റെ ഇഷ്ടമാ. അവന് വിരലും കൂട്ടി കടിച്ചോടാ. വിരലും കൂട്ടി കടിച്ചോണേ, ഡേഞ്ചർ ആണ്. പെട്ടെന്ന് നേരം കൂടുതൽ നിന്റെ വിരല് പോകും. തിന്നട്ടെ. കുത്തി ഇറക്കണോ? കോയിലെന്തേലും വേണോ? നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാഴ്ച ചാലഞ്ച് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇനി അടിപൊളിയായിട്ടുള്ള റൗണ്ട് കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ചാലഞ്ചിന്റെ 2ാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഗൈസ്, അപ്പൊ എന്റെ പേപ്പർ ഉണ്ട്. നമ്മുടെ നോ ഹാൻഡ്, അതുപോലെ തന്നെ നോ ഫുഡ്, നോ മണി. നീ തന്നെ തുറക്കണം. ഇത് നോ ഫുഡ്. ഇതെങ്ങനെ കറക്റ്റ് തപ്പെടുക്കും? നോ ഹാൻഡ് മാറി കൊടുക്കും. ഇപ്രാവശ്യം കൊമ്പന് അരി കൊടുക്കുക. മാറി കൊടുക്കുക. എന്നാ സ്വന്തമായിട്ട് വരുത്തുന്നത് അതൊന്നും പറയൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് ഐറ്റം എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ, ഇടയ്ക്കൂടെ നോക്കണോണ്ടാണ് ഇങ്ങനെ പിടിച്ചത് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് ഓർ റൈറ്റ് ഗൈസ്. ഓക്കെ, ലെഫ്റ്റ് ഓർ റൈറ്റ് ചാർലി? മാറ്റൂല, ഇങ്ങനെ മാറ്റൂല. കൺഫേം. ഞാൻ ചതിക്കൂല. ലെഫ്റ്റ്. ലെഫ്റ്റ്. ഓക്കെ, കൊടുത്തോ. കേക്കും ബനാനാണ് ഗൈസ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല കേക്ക് ചൂസ് ചെയ്തല്ലോ. ഭാഗ്യമുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കണം തിന്നണമെങ്കിൽ ഇവിടെ കൊടുക്കണല്ലേ? ഓക്കെ, കൺഫ്യൂഷൻ ആയി പോണം. ഫുഡ് അവിടെ കിട്ടിയാലും സാധനം എന്റെ കയ്യിലേക്ക് കിട്ടും. ഇത് സ്പൂണൊന്നും ഇല്ല, കൈ കൊണ്ട് ഇങ്ങനെ വാരി കൊടുക്കുക. ഇങ്ങനെ അങ്ങനെ വാരി കൊടുക്കുക.
കൂപ്പൺ എടുത്തിട്ടാ അവിടെ കൈ നല്ല വൃത്തി അതൊക്കെ കാശ് കൊടുക്കും. കൈ കഴിച്ചോട് കുളിച്ചോട് ഇതിനകത്ത് ധർമ്മജം പറയുന്നത്. അപ്പൊ നമ്മുടെ കൊമ്പനെ അതെന്താ അങ്ങനെ നീ ക്രീം മാത്രമായിട്ട് എടുക്കണേ മൊത്തം കൂടെയാണ് നിന്നെ തീം. അതൊക്കെ എന്റെ ഇഷ്ടം. ഇതിപ്പോ എന്താ പറയാ നോ ഹാൻഡ് കിട്ടില്ല ക്രീം മാത്രം ഇത് തന്നെ മട്ടിച്ച് പോകുന്നു നോക്കുക. ഇത് തന്നെ പിന്നെ ബാക്കി തിന്നാൻ തോന്നൂല. എടാ ഒരു വലിയൊരു പീസ് കൊടുറാ പാവ കൊതിച്ച് വായനൊക്കെ വെള്ളം വരുന്നവന്റെ. ഞാൻ കൊടുത്തോളാന്നേ. ഒരു കേക്ക് ആദ്യമായിട്ട് ഇങ്ങനെ തിന്നണ കണ്ട് ഇങ്ങനെ ലെയർ ആയിട്ട് പോട്ടെ സ്ഥലം എടി ഇങ്ങനെ മുറിയടാ പാവടാ ചെറുക്കൻ. കടിക്കണേ ഇങ്ങനെ കടിക്കാൻ എടാ അങ്ങനെ ചാലിൽ അടിക്കുന്ന പോലെ കളിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. എന്തായാലും കോരിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കാൻ ആളിലേക്ക് അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. വൃത്തിക്ക് ഇതേപോലെ വാരിക്കൊടുക്കും. എന്താ കാണിക്കണേ നീ ഓപ്പറേഷൻ ചെയ്യണം. എടാ ഒരു കേക്കാണ് അത് അതിന്റേതായ മര്യാദ കാണിക്കുക പാവം അത്. പിന്നെ ഇനി കേക്ക് വരുമ്പോ ഞാൻ തുണി വരെ മര്യാദ എനിക്ക് തന്നെ ഇത് വലിയ പീസല്ലേ? ആ പിന്നെ എടാ ഫോർക്ക് അണ്ണാക്കിലോട്ട് കുത്തി കയറല് കുത്തി ഇറക്കി ഓ ഇതെന്താണ് കിണറാ? കഴിയുക പ്രാക്ടീസ് അതൊക്കെ കേട്ടോ അതൊക്കെ പ്രാക്ടീസ്. ഇവിടെ തന്നെ മുട്ടുവാ കഴിക്കട്ടെ വാങ്ങ കഴിക്കട്ടെ. ഞാൻ വിചാരിച്ചവരല്ല ബ്രോ ഒരു സീന ആട്ട്കോറാ. അതെ അവസ്ഥയാണ് നോക്കാണ്. എനിക്ക് പറ്റും എനിക്ക് വരൂല. അതെ നോ ഹാൻഡ് ഇവിടെ കിട്ടാനും ബാക്കിയുണ്ട്. എനിക്ക് കിട്ടൂല ഇവിടെ എടാ അതിലൊന്നും ഇല്ലടാ. മതി അതിന് ഒരു പീസ് കൊടുത്താ വലിയ പീസ് കൊടുത്താ. ഇതിലും നല്ല കൈ തന്നെ വെച്ച് കഴിക്കണേ. ആ കൊമ്പന് ഇത്ര വലിയ വായ കൊമ്പനി. ഗൈസ് വന്നാൽ നമ്മുടെ കേക്കിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് കൂടെ അവസാനിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ചാലഞ്ചിലെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. കേക്ക് എങ്ങനെയുണ്ടായിരുന്നോടാക്കുമ്പോ ഒരു 3 മാസമായിട്ട് സ്വിച്ച് ഇട്ട പോലെ പണികൾ വരുന്നത്. 2024 3G ആയി. ഇതിപ്പോ 5G തോന്നുന്നു 25. സോ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. മൂന്നാമത്തെ റൗണ്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ആ കൈ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഈ സാധനം തള്ളിയിടായിരുന്നു. ഇതിനടുത്തേക്ക് ചാടി വന്നു. സോ ഫസ്റ്റ് കൊമ്പൻ ബ്ലൈൻഡ്. ഓക്കെ സോ ഗൈസ് ഓക്കെ കൊമ്പൻ ഇസ് ബ്ലൈൻഡ്. എഡ്വിൻ BCB തുറക്ക്. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് എന്താ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ ഓരോ കൊടുക്കാൻ പറ്റുമോ കുറച്ച്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നിന്റെ പേപ്പർ ഇവിടെ ഓക്കെ. അപ്പൊ ചാർലിക്ക് എന്താ നോ ഹാൻഡ്. ഓക്കെ സോ ഗൈസ് ഇവിടെ ബ്ലൈൻഡ് നോ ഫുഡ് നോ ഹാൻഡ്. ഓക്കെ ഓരോ പരീക്ഷണം. അത്രേ ഉള്ളൂ പരീക്ഷണങ്ങൾ. കൂടി സാധനം എടുക്കാം ഗൈസ്. ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് ആയിട്ട് എടുക്കാം. കൊമ്പ ബ്ലൈൻഡ് ഒക്കെ ഓക്കെ. അപ്പൊ ഫുഡ് ആയിട്ട് എടുത്തു തരാം ഗൈസ്. അപ്പൊ എന്തായാലും കൊമ്പന്റെ ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ അപ്പൊ കൊമ്പ ലെഫ്റ്റ് റൈറ്റ് പറയണം എന്നിട്ട് വേണം അത് കൊമ്പന് തരാൻ വേണ്ടിട്ട്. ഓക്കെ നമ്മളെന്തായാലും കളകളി കളിക്കില്ല കാരണം ക്യാമറ ഓണാണ്. കളകളി കളിക്കില്ല. എനിക്ക് അറിയായിരുന്നു ലെഫ്റ്റ് തന്നെ ചൂസ് ചെയ്യാൻ. അത് ഞാൻ പിന്നെ മാറ്റിയാണ്. ഇത് ആങ്കറിന് ഒഴിച്ചു വിടും വായിലോട്ട് ഒഴിച്ചു വിടും. സോറി ഭാഗ്യം. പണി ഇങ്ങനെ കിട്ടിയില്ലല്ലോ. കൊടു ചെക്കനെ ഗ്ലാസ്സിലോട്ട് മറിഞ്ഞു വീഴുന്ന മൂക്ക് വെച്ച് കുടിക്കുന്ന മൂക്ക് കൂടെ വാവള നേരെ കൊടുറാ. എന്നാ വെയിറ്റ് ചെയ്ത് എന്തൊരു എന്ത് കാണിക്കുന്നേ എടാ നേരെ കൊടുറാ വാവ. ചാലി ഇത് കഴിവാട്ടോ. ഇതൊക്കെ കഴിവാ. ഗ്ലാസ്സിലുള്ള വെള്ളം ഇങ്ങനെ പിടിക്കാനും വേണ്ട ഒരു കഴിവ്. ഇല്ല കടിച്ചു പിടിച്ചാൽ തരൂല. ഗ്ലാസ് കടിച്ചിട്ട് കാണിക്കുന്നത് കടിച്ചു പിടിച്ചാൽ ഞാൻ തരൂല. മനസ്സിലാലും വെള്ളം പോകും. കുറച്ച് റെസ്റ്റ്. മയത്തി കുടി അല്ലെങ്കിൽ തൊണ്ട കൊടുക്കൂല്ലേ? തൊണ്ട കൊടുക്കാൻ മയത്തി കുടിച്ചാൽ ഇതിപ്പം ശരീരത്ത് ഭയങ്കര ചാലഞ്ച് കേട്ട് കാണുന്നുണ്ട്. ചാലഞ്ച് കഴിഞ്ഞിട്ടല്ലേ? ചാലഞ്ചിന്റെ ഇടയിൽ കാണാൻ പറ്റൂലോ. എന്നാലും ഞാൻ പിന്നെ പെട്ടെന്ന് വേറെ സാധനം കുടിക്കാനുണ്ട്. പെട്ടെന്ന് നാക്ക് നനഞ്ഞു പോലും. കുറച്ച് കൊടറ പാവടാ.
ഒന്നാ ഒഴിക്കല്ലേ മറ്റേ താടി കൂടെ കൊല്ലിക്കും. ആ സെറ്റ്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ കൊമ്പന്റെ ബ്ലൈൻഡ്. കൊമ്പ ഒറ്റ വലിയില് കൈപ്പ ജ്യൂസ് ആരോഗ്യത്തിന് നല്ലതാണ്, പ്രോട്ടീൻ ആണ്, ഫാറ്റ് ഉണ്ട്, കാർബ് ഉണ്ട്, എല്ലാം അടങ്ങിയ സാധനം. പ്രോട്ടീൻ പ്രോട്ടീൻ ഒന്നും കഴിയണ്ട, ഇത് അടിച്ചാൽ മതി. അത് കാണുമ്പോ കിട്ടുന്നില്ലേ ഒരു സന്തോഷം കിട്ടുന്നില്ല. ഒറ്റവലി ഊതി കുടിയാത്ത ചായ ഒന്നുമല്ല. തുടങ്ങിയ ഇറങ്ങട്ടെ. പഴുത്ത കയ്പൊക്കെയാണ് പാവയ്ക്ക പഴുത്തതാ. ചതിയാണ്. എല്ലാരും മനഃപൂർവ്വമാണല്ലേ. ഇതിപ്പോ എനിക്കായിരുന്നേനുണ്ടല്ലോ, അതല്ല. കയ്പ് കുറച്ചുകൂടി കൂട്ടിയിട്ടാണ്. മധുര ഏതാ കയ്പ ഏതാ അറിയാത്ത ഒരു കാര്യമാക്കണ്ട കുട്ടിയൊക്കെ. പിടിച്ചു കഴിഞ്ഞപ്പോ ഇത് അറിഞ്ഞത്. മനസ്സിൽ നല്ല വിഷമുണ്ട്, പുറത്ത് പറയുന്നതാ. ഓക്കെ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ ഈ റൗണ്ട് കൂടെ അവസാനിച്ചു. അപ്പൊ നമുക്ക് കാണിച്ച് നമ്മുടെ ഈ ഒരു ചാലഞ്ചില് 4ാമത്തെ റൗണ്ടിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മുടെ ഈ ഒരു ചാലഞ്ചില് 4ാമത്തെ റൗണ്ട്. മോനെ കുട്ടാ, എനിക്ക് വേണ്ട, ഞാൻ മനസ്സെല്ലാം മടുത്ത് ഡിപ്രഷനിലേക്ക് പോകും. ഇത് നിനക്ക് നോ ഫുഡ് കിട്ടിക്കഴിഞ്ഞാ ഞാൻ ഈ പണി നിർത്തും. ഇനി തൊട്ട് ചലഞ്ചിൽ എഡ്മിൻ ഇല്ല. പോരെ, പിന്നെ ഇവിടെ വന്നിരുന്ന് പോകാൻ പൊട്ട സാധനം വേറെ കുറച്ച് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. റാഷിക് ബ്രോ, എഡ്വിൻ ബ്രോക്ക് എന്തെങ്കിലും കാര്യം തിന്നാൻ കൊടുക്കുന്നില്ല. ഇവരെല്ലാരും കൂടി ഉള്ള കളിയാ. ഇവരെല്ലാരും കൂടെ ആദ്യമേ കളിച്ച കൊണ്ടാക്കും. കറക്റ്റ് ട്രൂ റിയാലിറ്റി മനസ്സിലാക്കണം. ഇവന്റെ പ്രശ്നമാണ്. ഭയങ്കര ഐശ്വര്യം ഒന്ന് കാണട്ടെ. കൈമാറ്റി നോക്കട്ടെ. തുറക്കല്ലേ വെയിറ്റ്. ആദ്യം നമുക്ക് 6 തുറക്കട്ടെ. നിങ്ങളെ എടുത്തത് ഇത് എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തു കേട്ടോ. ബ്ലൈൻഡ്. കൊമ്പ് തുറക്കരുത്. നമ്മുടെ എഡ്വിനാണ് തുറക്കരുത്. ഭാഗ്യം വന്നിരിക്കുന്നു. നോ ഹാൻഡ് ഫുഡ് കിട്ടി. ഇനി ഇതിനകത്ത് ഒരു അല്ലി ഒരു കിട്ടൂല ഉറപ്പായി. കാരണം ഇങ്ങനല്ലേ. ഓക്കെ. സോ ഇവിടെ നോ ഫുഡ് ആണ് കാഴ്ച. നോ ഹാൻഡ് ആൻഡ് അതുപോലെ തന്നെ ബ്ലൈൻഡ് കാഴ്ച. അപ്പൊ ബ്ലൈൻഡ് ചാലി കൊടുക്കുന്ന പിടിച്ചോ. ഓക്കെ. അപ്പൊ നമുക്ക് താഴെ എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കാഴ്ച. ഒന്ന് ഇതും. ഓക്കെ. സോ കയ്യില, അവന്റെ കയ്യിലുള്ളത്. വക്കന്റെ കയ്യിലാണ്. വക്ക് തീരുമാനിക്കും. ലെഫ്റ്റ് ഓർ റൈറ്റ് ആണ് നമുക്ക് പറയേണ്ടത്. റൈറ്റോ? കടിച്ചു പൊട്ടി. എനിക്ക് ആകെ കിട്ടിയ അത് ഈ ഉറിഞ്ചാൻ പറ്റുന്ന സിപ്പപ്പ്. ഇങ്ങനെ ചെയ്തോ കുറച്ചു നേരം. ചതിക്കരുത്. രണ്ട് തുള്ളി അങ്ങനെയൊക്കെ പോട്ടെ. അങ്ങനെ ഇത് സീൻ സാധനം തോന്നുന്നല്ലേ. നന്നായിട്ട് വാ അറിയുള്ളൂ. നന്നായിട്ട് വാ വിളിക്ക്. അണ്ണാക്കിലേക്കൊണ്ടില്ലല്ലോ. തൊണ്ടൊന്ന് നനഞ്ഞു. ഇപ്പൊ കുറച്ച് ഉറിഞ്ഞാൻ കൊടുക്കും. എനിക്ക് വേണ്ട. നിങ്ങളൊക്കെ കുറച്ച് ഉറിഞ്ഞാൻ കൊടുക്കടാ. തെറിപ്പിച്ചാൽ മതി. ഇനി ഉറിഞ്ഞാൻ കൊടുക്കും. ഉറിഞ്ഞാൻ കൊടുക്കും. മറ്റേ പൂച്ചനെ തിരിക്കില്ല ഇതേപോലെ സാധനം വെച്ചിട്ടല്ലേ. കിട്ടേന്റെ 2 തുള്ളിയാണോ പോയ. നല്ല കളറ്. ഇതിപ്പോ ഒറ്റ കരി വലിച്ചത് കിട്ടിയില്ലെങ്കിലേ അങ്ങേറെ കയ്യില കിട്ടൂല. ഇതിലാണെങ്കിൽ ഇത്ര പോകുന്ന ഒരു ഹോള് കഴിച്ച് ഇത്ര പോകുന്ന ഒരു ഹോളാണ് അതിലുള്ളത്. അതിൽ കൂടെ ഒരു ഡ്രോപ്പ് വന്നു ആക്കിക്കൊള്ളുന്നില്ലല്ലോ. എന്താ ഇത്? പ്രീബയോട്ടിക് ഫൈബറും പ്രീബയോട്ടിക് കൾച്ചർ. ഇത് കഴിഞ്ഞാ തുപ്പി കളിക്കുന്നത്
ഇത് വീഴുന്ന അടക്കണ്ട ഞാൻ തരാം അടക്കണ്ട നന്നാക്ക് കൂടി നന്നാക്കണ്ടേ എപ്പോഴല്ലേ കിട്ടുക ചിപ്പ അങ്ങനെ കുടിക്കുക ചപ്പി പഞ്ചു പിടിച്ച അങ്ങനെ അങ്ങനെ ലെക്കി പിടിച്ചിട്ട് വലിക്കാൻ പറഞ്ഞ പോലെ ഒരുമാതിരി ബൾബ് എത്തിച്ചിട്ട് ഊട്ടിക്കെടുത്താൻ പറഞ്ഞു കിട്ടുന്നോ രണ്ടെണ്ണം ഉറിഞ്ചി ഉറിഞ്ചി അവിടെ എഴുതി വെച്ച ലെറ്റർ ഒക്കെ മാഞ്ഞു പോയി പാവം വലിച്ചു ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇവിടെ നല്ല വേദനയായിരിക്കും ഇവിടെ ഇവിടെ ജോലിയിലൊക്കെ വന്നു ഇനി വലിച്ചു കഴിഞ്ഞാൽ വേറെ വല്ലതും പോകും കിട്ടുന്നുണ്ട് ഞാൻ നിർത്തി ഓക്കെ സോ ഗൈസ് അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ 4ാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഇനി നമ്മൾ ഈ ഒരു ചാലഞ്ചിൽ ലാസ്റ്റത്തെ റൗണ്ട് ആണ് ഗൈസ് ഒക്കെ കാണാൻ വേണ്ടി പോകുന്നത് സോ ഗൈസ് ഓക്കെ അപ്പൊ നമുക്ക് പേപ്പർ ഇടാം ചാടി കയറി എടുക്കാം ഓക്കെ 3, 2, 1 എന്തും ഇങ്ങനെയൊക്കെ ആരും തുറക്കരുത് ഫസ്റ്റ് നമുക്ക് നമ്മുടെ കൊമ്പൻ തുറക്കട്ടെ നോ ഫുട്ട് തുറക്ക് നോ ഓക്കെ സോ നിന്റെ വിജയം ഞാൻ തരണത് മാറി ഓക്കെ സോ ഗൈസ് വീണ്ടും ചാർലിക്ക് ഇവിടെ ബ്ലൈൻഡ് ഇട്ടിരിക്കുന്നുണ്ട് ഗൈസ് ചാർലി ബ്ലൈൻഡ് നോക്കി എടുത്താ തോന്നുന്നുണ്ട് ഓക്കെ സോ ഗൈസ് അപ്പൊ നമുക്ക് നമ്മൾ ഈ ഒരു റൗണ്ടില് നമുക്ക് ആ ഫുഡ് ഐറ്റം എടുക്കാം ചാർലി ലെഫ്റ്റ് ഓർ റൈറ്റ് ലെഫ്റ്റ് കൊമ്പൻ എല്ലാത്തിനും കാരണം ഇതും കൂടെ ഉണ്ടോ ഞാൻ റൈറ്റിലേക്ക് ഇങ്ങനെ തൊടാൻ വരുവായിരുന്നു ഞാൻ പോണേ നിങ്ങളെന്താ ചോദിക്കോ ഇത് കൊടുക്കട്ടെ ഓക്കെ സോ ഗൈസ് ഓക്കെ അപ്പോൾ ചാർലിക്ക് ഗൈസ് ഇവിടെ നല്ല അടിപൊളി ക്രീം ബിസ്ക്കറ്റ് അത് ബർബൺ ആണ് ഗൈസ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഇവിടെ എഡ്വിൻ ബിസ്ബി പയ്യെ തുറക്ക് കേട് വരും ഗൈസ് ഓക്കെ അപ്പോൾ നമ്മളെ ചിക്കിങ്ങിന് നമ്മളെ അടിപൊളിയായിട്ടുള്ള റാപ്പിഡ് ബൂസ്റ്റർ ഒക്കെ നമ്മളെ കൊലച്ചതിയല്ലേ ഇന്നൊന്നും പശുവാ ഇത് കെച്ചപ്പുണ്ട് അത് പൊട്ടിക്ക് നമ്മൾ കെച്ചപ്പ് കുത്തി കരുത്തില്ലേ അത് വന്ന് മാത്രമേ ഞാനല്ലാതെ രണ്ടാമത് സെപ്പറേറ്റ് അല്ല മാത്രം വേറെ ഇത് എന്താ ഇത് ബ്രോ ബിസ്ക്കറ്റ് എന്താ അവൻ എന്റെ വായിട്ട് കുത്തി കെറ്റില്ലെന്ന് കുറച്ചും കൂടി കട്ടി കൂട്ടാൻ എനിക്ക് ആ ചിക്കൻ എങ്കിലും താന്നു നിനക്ക് തരാലോ എന്തിനാ അതിനെ നശിപ്പിച്ചു ചിക്കൻ നിനക്ക് കിട്ടും പക്ഷെ ഇങ്ങനെയല്ല പയ്യെ കിട്ടുള്ളൂ ഓക്കെ എല്ലാം നിനക്കുള്ളതല്ല പക്ഷെ വല്ലാത്തൊരു ചതിയായി പോയി കഴിഞ്ഞത് അയ്യോ ദേ ബൺ അയ്യോ ഇത് തിന്നിരുമ്പത്തേക്ക് സമയം എടുക്കൂല അയ്യോ ഒന്ന് തിരിച്ചെടുത്തോട്ടെ കഴിക്കട്ടെ ഒരു ചിക്കൻ പീസ് ആകത്തോയി അടുക്കെടുക്ക് തിരിച്ചെടുക്ക് കൊലച്ചതിയാണല്ലോ കഴിച്ചത് ഇങ്ങനെ തിന്നണം അതെ ഇതൊക്കെയാണ് ലൈഫ് കുറച്ച് ഇല കൊടുത്താ കുറച്ച് പിണ്ണാക്കും കൊടുക്ക് കാടി വെള്ളം നൽകി കൊടുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത്ര ആദ്യമായിട്ട് അടിക്കുന്ന ഒരാൾ ഈ ലോകത്ത് റാപ്പിഡ് ബൂസ്റ്റർ ഇങ്ങനെ അടിക്കുന്നത് ബർബന്റെ ടേസ്റ്റും റാപ്പിഡ് ബൂസ്റ്ററിന്റെ മണോ അവസ്ഥ എന്നൊക്കെ പറയുന്നതാണ് ആർക്കും എല്ലാവർക്കും പണിയായത് കൊമ്പ രക്ഷപ്പെട്ടു എന്തായാലും സങ്കടമുണ്ട് കിട്ടാത്ത എന്തെങ്കിലും കൊടുത്തോ എടാ അത്ര വലിയ പീസ് കൊടുക്കണോ അത്ര വലിയ പീസ് കൊടുത്തു തന്നെ അത് ആർഭാടായി പോവും അത് ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ ഇത് കഴിച്ചോണോ കേട്ടോ ബ്രോ നല്ല വിശപ്പുണ്ട് ബ്രോ ഇറക്കിട്ടേ തരത്തുള്ളൂ ഇനി എല്ലാം കൂടെ കൂട്ടി ചോദിക്കാണ്ടിരിക്കണം സ്റ്റോക്ക് ചെയ്ത് വെക്കണം ഹെൽപ്പ് വേണോ പിന്നെ അവിടെ അത് തന്നെ നൈസാ എന്നത് കപ്പലണ്ടിയോ
കപ്പലണ്ടി തിന്നണ ചിക്കൻ എന്തുവാണ് ഇത്? വേണ്ട ഞാൻ ഇത് തന്നെ കഴിച്ചു ആകെ കിട്ടിയ ആറ്റുനോട്ട് കിട്ടിയതൊരു സാധനമാണ്. Guys, എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരുന്ന കൈസ് ഇത് കാണുമ്പോ. ഒരു ടേസ്റ്റും ഇല്ല. റാപ്പിഡ് ബൂസ്റ്ററിന്റെ ഫീലങ്ങ് പോയി. എടാ പാവട കൊടറാ, എത്ര നേരം കട്ട വെയിറ്റിങ്. വലിയ പീസ് അയ്യോ കൊടറാ അരി കൊടുക്കുക ഞാൻ വലിയ പീസ് കൊടുത്ത കൊടറാ പാവടാ കൊടറാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു ചാനൽ അവസാനിച്ചിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്തൊരു കിടിലൻ ചാനൽ നമ്മൾ വീണ്ടും വരുന്നത്.